ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് 4 കറുത്ത സുന്ദരികൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിനി ഇവള് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒരു പശു ഉള്ളതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ പശുവിൻ്റെ അകട്ടിൽ ചെറുതായിട്ട് കട്ട വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവളെ ആർക്കും തരുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ അവരോ നമുക്ക് പറയാണ്ട് തന്നു, പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളത് പറയാണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഓരോരുത്തരും നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത്. എല്ലാവരും കാശുള്ളവരാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചിലവരുടെ ജീവിത മാർഗം തന്നെ പാൽ വിൽപ്പനയാവും. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റിക്കാതിരിക്കുക, എന്ത് വന്നാലും നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നൊരു ഡോക്ടറെ വിളിക്കണമെങ്കിൽ പോലും നമുക്ക് കാശില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം നമ്മൾ പാലിൻ്റെ പൈസ കിട്ടുന്നത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ തീറ്റ വാങ്ങിക്കുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരാളിനെ പറ്റിക്കാതിരിക്കുക. ഇത്ര പാലാണ് കിട്ടുന്നത് വെച്ചാൽ അത്ര പാലുണ്ട്, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഒരു 1/2 ലിറ്റർ കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് 12 ലിറ്റർ പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക. ഓരോരുത്തരും ഓരോ പ്രതീക്ഷയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ തീരെ പാകമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെയും പറ്റിക്കാതിരിക്കുക. നമുക്ക് കുറേ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര പണിയുണ്ടെന്ന് അറിയോ നമുക്കൊരു പശു ഫാം കൊണ്ട് നടക്കാനും പശുക്കളെ നോക്കാനായിട്ട്. കാരണം നമുക്ക് എത്ര വയ്യെങ്കിലും ഒന്ന് കിടക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല പശുക്കളെ നോക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് കിട്ടിയ ഒരു പശുവിൻ്റെ അകട്ടിൽ ചെറുതായിട്ട് കട്ട വരുന്നുണ്ടായിരുന്നു. അത് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.